ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഈ സംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കഴിഞ്ഞ ഒരു മാസത്തിലധികമായി ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിൽ ഞങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇരുന്ന ഒരു വിഷയം, കർത്താവേ, ഈ ദാസനെ അവിടുത്തെ സന്നിധിയിൽ ചേർക്കണമേ എന്നുള്ളതാണ്. ദൈവത്തിന് അതിന് പ്രസാദം തോന്നി. കാരണം തൻ്റെ തീരെ അവശനായിട്ടുള്ള അവസ്ഥ അറിഞ്ഞുകൊണ്ടാണ് അങ്ങനെ പ്രാർത്ഥിച്ചത്. പിന്നെ വേറൊരു പ്രാർത്ഥനയും അതോടുകൂടെ ഞാൻ എൻ്റെ മനസ്സിൽ, അത് കുടുംബ പ്രാർത്ഥനയിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ തന്നെയും പ്രാർത്ഥിച്ചത്, കർത്താവേ, ഈ പ്രിയ സഹോദരൻ്റെ ശവസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ എനിക്ക് അവസരം നൽകണം. അങ്ങനെ പ്രാർത്ഥിപ്പാൻ കാരണം, കഴിഞ്ഞ ചില നാളുകളായി ഞാൻ വിദേശത്താണ്. അതുകൊണ്ടാണ് ചുരുക്കം ദിവസത്തേക്ക് മാത്രമാണ് ഞാൻ നാട്ടിൽ ഇപ്പോൾ ആയിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ, ഞാൻ നാട്ടിലായിരിക്കുമ്പോൾ തൻ്റെ ശവസംസ്കാര ശുശ്രൂഷയും നടക്കണം. ദൈവത്തിന് അതിന് പ്രസാദം തോന്നി. ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരിലും അധികമായി, മക്കളൊഴികെ, മക്കളുടെ കാര്യം എനിക്കറിഞ്ഞുകൂടാ, അധികമായി ഈ സഹോദരനും ഞാനുമായി വളരെ സൗഹൃദ ബന്ധമുണ്ട്. തനിക്ക് അങ്ങനെ സൗഹൃദ ബന്ധമുള്ളവർ വളരെ ചുരുക്കമാണ്. തൻ്റെ ജീവിതത്തിൽ ഏത് ആത്മീയ പ്രതിസന്ധി വന്നു കഴിഞ്ഞാലും, ഞാൻ കുറച്ച് നാളായിട്ട് ഈ നാട്ടിൽ ഇല്ലാതെയുള്ളൂ, താൻ അപ്പോഴൊക്കെ താൻ എന്നെ വിളിക്കുകയും എൻ്റെ വീട്ടിൽ സഹോദരൻ ഒന്ന് വരണമെന്ന് പറഞ്ഞ് എന്നെ പലപ്പോഴും താൻ വിളിക്കുമായിരുന്നു. ഞാൻ ആ വീട്ടിൽ ചെന്ന് തൻ്റെ ആവലാതികളും തൻ്റെ പരാതികളും ഒക്കെ അനേക പ്രാവശ്യം കേട്ടിട്ടുണ്ട്. ആത്മീയമായ പ്രതിസന്ധികളിൽ താൻ ആയിരിക്കുമ്പോൾ ഞങ്ങൾ ഒന്നിച്ചത് പങ്കിടുകയും ഞാൻ പ്രാർത്ഥിക്കുകയും, താൻ എന്നെക്കാളും മുതിർന്ന പ്രായമുള്ള വ്യക്തിയാണെങ്കിലും തനിക്ക് ചില ഉപദേശങ്ങൾ നൽകി ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിച്ച് പോരും. പോട്ട് സഹോദര, അത് സാരമില്ല, ഇങ്ങനെ ആകട്ടെ, അങ്ങനെ ആകട്ടെ എന്ന്. ഞാൻ വിദേശത്തേക്ക് പോയത് തനിക്ക് വളരെ ദുഃഖമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ പേര് താൻ പറയുമായിരുന്നു എന്നുള്ളത് എനിക്കറിയാം. ടൈറ്റസ് സഹോദരൻ എന്താ വരാത്ത, ടൈറ്റസ് സഹോദരൻ എന്താ വരാത്തതെന്ന്. എനിക്കും ആ കാര്യത്തിൽ വളരെ ദുഃഖം തോന്നി. 116 സങ്കീർത്തനം 15-ാം വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. അതിൻ്റെ വേറൊരു പരിഭാഷ വായിക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ്. ഒരുപക്ഷെ എൻ്റെ സമയം അല്പം 4 മിനിറ്റിൽ കൂടി പോകും. അത് എടുക്കുവാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്. ഞാനത് എടുത്ത് അവസാനിപ്പിക്കുകയുള്ളൂ. തൻ്റെ നീതിമാൻ്റെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. നീതിമാൻ്റെ, ഭക്തൻ എന്നുള്ളതിൻ്റെ വേറൊരു പരിഭാഷയാണ് നീതിമാൻ്റെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. ഇദ്ദേഹം ഒരു നീതിമാനായ മനുഷ്യനായിരുന്നു. റൈച്ചസ് എന്ന് പറയുമ്പോൾ, നോട്ട് റൈച്ചസ് ബിക്കോസ് ഓഫ് ദ റൈച്ചസ്നെസ് വി റിസീവ്ഡ് ഇൻ ക്രൈസ്റ്റ്. നഥാനിയേലിനെ കുറിച്ച് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞതുപോലെ ഈ മനുഷ്യനിൽ, ഈ സഹോദരനിൽ കളങ്കമില്ലായിരുന്നു. തുറന്ന് താൻ എല്ലാ കാര്യങ്ങളും പറയുകയും എല്ലാ കാര്യങ്ങളോടും തുറന്ന് പ്രതികരിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവം തനിക്കുണ്ടായിരുന്നു. അതിൻ്റേതായ ബുദ്ധിമുട്ടും തൻ്റെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് ആത്മീയ തലത്തിൽ. അതൊന്നും പറയുവാൻ കൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാനത് അത്രയും മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാൻ. ഒരു സ്ട്രെയിറ്റ് ഫോർവേഡ് മാൻ. ഇന്ന് ആത്മീയ ഗോളത്തിൽ സ്വന്തം താല്പര്യവും സ്വന്തം സ്ഥാനവും നിലനിർത്തുവാൻ അനേക വക്രബുദ്ധികളുണ്ട്. അവർ പറയുന്നതിൽ എനിക്ക് വളരെ ദുഃഖമുണ്ട്. എന്നാൽ ഇദ്ദേഹം, ഈ സഹോദരൻ അങ്ങനെയുള്ള ഒരു മനുഷ്യനായിരുന്നില്ല. താൻ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ്, നേരുള്ള, ഹൃദയത്തിൽ കളങ്കമില്ലാത്ത ഒരു സഹോദരനായിരുന്നു ഈ അലക്സാണ്ടർ ബ്രദർ. അത് ഞാൻ പറയുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്ന, അത് ആരും ഇവിടെ പറഞ്ഞിട്ടില്ല. എൻ്റെ അനുഭവമാണ്, ദീർഘവർഷത്തെ അനുഭവമാണ്. 30 വർഷത്തിലധികം ഈ സഹോദരനുമായി എനിക്ക് വ്യക്തിപരമായി ആത്മീയ ബന്ധവും അതുപോലെ തന്നെ ഒരു വളരെ സുഹൃത്ത് ബന്ധവും ഈ സഹോദരനുമായി ഉണ്ട്. അതിൽ നിന്നുള്ള ഒരു പാഠം അല്ലെങ്കിൽ തന്നെക്കുറിച്ച് ഞാൻ പഠിച്ചതാണ് ഇവിടെ പ്രസ്താവിച്ചത്. കാക്കനാടുള്ള തൻ്റെ ആത്മീയ ശുശ്രൂഷയെക്കുറിച്ച് അനേകർ പറഞ്ഞു കഴിഞ്ഞു.
ഒരുപക്ഷെ ഞാൻ പറയുന്നത് ഒരു ആവർത്തി ആയിരിക്കും, പക്ഷേലും അത് പറയേണ്ട ആവശ്യമുണ്ട്. ഇവിടെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, 90കളിൽ ഏരൂരിൽ നടന്ന ആത്മീയ പ്രവർത്തനത്തിൻ്റെ പിന്നിൽ ഈ സഹോദരൻ വളരെയധികം അധ്വാനിച്ചിട്ടുണ്ട്. അതിൻ്റെ അനന്തര അനുഗ്രഹമായിട്ടാണ് തൃപ്പൂണിത്തറ സഭ രൂപീകരിക്കപ്പെട്ടത്. സഹോദരൻ തങ്കച്ചൻ സുവിശേഷനുള്ള തൃപ്പൂണിത്തറ സഭ രൂപീകരിക്കപ്പെട്ടത്. 90കളിൽ ഞാൻ കാക്കനാട് വന്നപ്പോൾ അവിടെ സുവിശേഷ പ്രവർത്തനങ്ങൾ പ്രവർത്തിപ്പാൻ 3 സഹോദരന്മാരെ ഉള്ളായിരുന്നു. അവരുടെയൊക്കെ പേരുകൾ ഈ ഘട്ടത്തിൽ പറയേണ്ടത് ആവശ്യമാണ്. ഒന്ന് ആദായി ശാമുവേൽ, പ്രിയ സഹോദരൻ പൂർണ്ണസമയ വേലയ്ക്കായി 89-ലാണെന്ന് തോന്നുന്നു കാക്കനാട്ടേക്ക് വന്നു. 89, 88 അവസാനം കാക്കനാട്ടേക്ക് വന്നു. ആ സമയം തൻ്റെ കൂടെ പ്രവർത്തിച്ച മറ്റ് 2 സഹോദരന്മാരിൽ ഒന്ന് കത്തുസന്നിധിയിൽ പ്രവർത്തിക്കുന്ന കളമശ്ശേരി അസംബ്ലിയെക്കുറിച്ച് ഇവിടെ പറഞ്ഞല്ലോ, ആയിപ്പ് ക്രിസ്റ്റി ബ്രദർ. 3-ാമത്തെ ആൾ ഈ ടി എ അലക്സാണ്ടർ ബ്രദർ ആയിരുന്നു. ഞാൻ അവിടെ വന്നപ്പോൾ ഈ പരസ്യ പ്രവർത്തനങ്ങൾ ഇവിടെയൊക്കെ ആരംഭിക്കണം. എൻ്റെ വീട്ടിലൊരു ദിവസം ആയിപ്പ് ക്രിസ്റ്റി ബ്രദർ വന്ന് പറഞ്ഞു, നമുക്ക് ഈ പ്രവർത്തനങ്ങളിൽ സഹോദരനോട് പങ്കുചേരണമെന്ന്. ഞാൻ ചെന്നപ്പോൾ ഈ 3 സഹോദരന്മാരാണ് അവിടെ ഉണ്ടായിരുന്നത്. ചുരുക്കം വർഷങ്ങൾക്ക് ശേഷം, എത്ര നാളെന്ന് എനിക്കറിയത്തില്ല, TC ചെറിയാൻ ബ്രദറും അമേരിക്കയിൽ നിന്ന് വന്ന് ഇവിടെ സെറ്റിൽഡായി ഇവിടുത്തെ പ്രവർത്തനങ്ങളിൽ താൻ ചേരുകയുണ്ടായി. എല്ലാ ഞായറാഴ്ച വൈകിട്ടും ആയിപ്പ് ക്രിസ്റ്റിയുടെ വീട്ടിലുള്ള ബൈബിൾ ക്ലാസ്സിനെ കുറിച്ച് ഇവിടെ ചിലർക്ക് ഓർമ്മയുള്ളൂ. എന്നാൽ അതിനു മുമ്പ് പല വർഷങ്ങൾ വീടുകളിലായി ഓരോ ഞായറാഴ്ചയും മാറിയുള്ള ബൈബിൾ ക്ലാസ്സുകൾ നടത്തിയിരുന്നു. ആയിപ്പ് ക്രിസ്റ്റിയുടെ വീട്ടില്, ആദായി സഹോദരൻ്റെ വീട്ടില്, എൻ്റെ വീട്ടില്, നോർത്ത് അസംബ്ലിയിലുള്ള ഷോംബെ സഹോദരൻ്റെ വീട്ടില്, ഇങ്ങനെ പല വീടുകളിലായി ബൈബിൾ ക്ലാസ്സുകൾ ഞായറാഴ്ച വൈകിട്ട് തുടർച്ചയായി നടന്നുകൊണ്ടിരുന്നു. ഈ ബൈബിൾ ക്ലാസ്സുകളാണ് കാക്കനാട് സഭയുടെ ആത്മീയ അടിസ്ഥാനമിട്ടത്. ഈ ബൈബിൾ ക്ലാസ്സുകളാണ്. ഒടുവിൽ ഈ ബൈബിൾ ക്ലാസ്സുകൾ ആയിപ്പ് ക്രിസ്റ്റി ബ്രദറിൻ്റെ ഭവനത്തിൽ തന്നെയായി അനേക വർഷങ്ങൾ തുടർന്നു. അവിടെ വെച്ചാണ് കാക്കനാട് ഒരു സഭാ രൂപീകരണം വേണമെന്നുള്ള ആവശ്യം ഉന്നയിക്കപ്പെടുകയും അതിൻ്റെ പ്രായോഗിക തലത്തിലേക്ക് എത്തുകയും ചെയ്തത്. ആ സഭാ രൂപീകരണത്തോടുള്ള ബന്ധത്തിൽ അതിൻ്റെ സ്ഥലം വാങ്ങിക്കാനും ആ കെട്ടിടം പണിയാനും ഒക്കെയായി ഈ പ്രിയ സഹോദരൻ ധാരാളമായി നൽകുകയുണ്ടായി. കാക്കനാട് സഭയുടെ സ്ഥലം വാങ്ങിച്ചതിൻ്റെയും അതിൻ്റെ കെട്ടിടം പണിതതിൻ്റെയും കണക്ക് സ്പ്രെഡ്ഷീറ്റ് ഇന്നും എൻ്റെ കയ്യിലുണ്ട്. ആരൊക്കെ എത്ര കൊടുത്തെന്നുള്ളതിൻ്റെ കണക്ക് ഇന്നും എൻ്റെ കഴിഞ്ഞ ദിവസവും ഞാനത് കമ്പ്യൂട്ടറിൽ എടുത്ത് നോക്കുകയുണ്ടായി. ധാരാളമായി നൽകിയ ഒരു മനുഷ്യനാണ്. ആത്മീയമായ കോൺട്രിബ്യൂഷൻ മാത്രമല്ല, ഭൗതികമായി കാക്കനാട് സഭയ്ക്ക് വേണ്ടിയും ദൈവജനത്തിന് വേണ്ടിയും ധാരാളമായി നൽകിയ ഒരു സഹോദരനാണ് ഈ സഹോദരൻ. ആദ്യം ആരാധന ആരംഭിക്കുമ്പോൾ 2007 50 സ്ക്വയർ ഫീറ്റുള്ള ഒരു ചെറിയ റൂമിലാണ് കാക്കനാട് ആരാധന ആരംഭിച്ചത്. ഇന്നുള്ള കാക്കനാട് സഭയിലെ ക്രൗഡൊന്നും അന്നും ഉണ്ടായിരുന്നില്ല. അന്ന് കാല് നീട്ടി ഒന്ന് തറയിലായിരുന്നു ഇരുന്നത്. കാല് നീട്ടി തറയിലിരിക്കാൻ കഴിയുകയില്ല. കാല് നീട്ടിയാൽ അടുത്ത ആളിൻ്റെ ദേഹത്ത് കാല് മുട്ടും. അതുപോലെ ഏകദേശം 10 സഹോദരങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. അന്നും ആ കാക്കനാട് സഭയുടെ ആരംഭത്തിലുണ്ടായിരുന്ന സഹോദരനാണ് ഈ സഹോദരൻ. 2007 ആരംഭിച്ചത്. 2009 കാക്കനാട് സഭയുടെ കെട്ടിട നിർമ്മാണവും കഴിഞ്ഞു. ഇതിനൊക്കെ ത്യാഗപൂർവമായി നൽകിയ ഒരു സഹോദരനാണ്. ഈ സഹോദരനെ കുറിച്ച് എനിക്ക് ദൈവജനത്തിന് ഇവിടെ അനേകർ പ്രസ്താവിച്ചുള്ള മനോഹരമായ നല്ല ഊഷ്മളമായ ഓർമ്മകൾ, ആത്മീയമായിട്ടുള്ള തൻ്റെ കോൺട്രിബ്യൂഷനെ കുറിച്ചുള്ള ഓർമ്മകൾ അനേകർക്കുണ്ട്. 4 വർഷം മുമ്പ് തൻ്റെ സഹധർമ്മിണി ആലീസ് സഹോദരി കത്തുസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. ഇതുപോലെ ഒരു ഹോളിൽ ആ ശുശ്രൂഷ അന്ന് അതിൻ്റെ നേതൃത്വം ഞാനായിരുന്നു നടത്തിയ ആ കാര്യം ഞാൻ ഓർക്കുന്നുണ്ട്. അന്ന് മുതൽ ഈ പ്രിയ സഹോദരനെ ശുശ്രൂഷിക്കുന്ന ഒരു ഹിന്ദി സഹോദരിയാണ് ഇവിടെ ഇരിക്കുന്നത്. റൂഹി, हमारा बहन रूही, थोड़ा उठो, बैठिए. കഴിഞ്ഞ ദിവസം ഈ സഹോദരൻ കത്തുസന്നിധിയിൽ ചേർക്കപ്പെട്ടപ്പോൾ സൺറൈസ് ഹോസ്പിറ്റലിൽ വൈകിട്ട് ഞാനിവിടെ ഓടിച്ചെന്നപ്പോൾ അവിടെ കേവലം 7 പേരേ ഉള്ളായിരുന്നു. 7 പേര് അവിടെ ഉണ്ടായിരുന്നവരുടെ പേരുകളൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അവിടെ ഞാൻ നിന്ന് കണ്ടതിൽ കണ്ണിൽ നിന്നും കണ്ണുനീര് ധാരധാരയായി ഒഴുകുന്ന ഒരു വ്യക്തിയെ ഞാൻ കണ്ടുള്ളൂ. ആ വ്യക്തി ഈ സഹോദരിയായിരുന്നു. ഈ സഹോദരി റൂഹി തന്നെ 4 വർഷം തനിക്ക് കൈക്ക് ബലമില്ല, തൻ്റെ കൈ വിറയ്ക്കും. 4 വർഷം തനിക്ക് കാപ്പി കുടിക്കണമെന്നുണ്ടെങ്കിൽ തൻ്റെ കയ്യിൽ കാപ്പി എടുത്ത് കൊടുത്ത് ഇങ്ങനെ ഗ്ലാസ് പിടിച്ച് വേണം കുടിക്കാൻ വേണ്ടി. അങ്ങനെ തന്നെ കുടിപ്പിക്കുകയും തന്നെ എല്ലാ രീതിയിലും നോക്കി കഴിഞ്ഞ 1-ലധികം മാസമായി താൻ അവശതയിലായി കിടന്ന സമയത്തും ഏതെങ്കിലും വേറെ ഹോം നേഴ്സിനെ വിളിക്കുകയോ വേറൊരു സ്ഥാനത്ത് കൊണ്ടാക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഒരു പുരുഷനെ
ഇത്രയും ശാരീരിക ഭാരമുള്ള ഒരു പുരുഷൻ്റെ എല്ലാ ശുശ്രൂഷകളും ചെയ്യണമെങ്കിൽ അതൊരു ത്യാഗപൂർവമായ ഒരു ശുശ്രൂഷയാണ്. ഈ സഹോദരിയാണ് അത് ചെയ്തുകൊണ്ടിരുന്നത്. അവളുടെ ദുഃഖം അന്ന് കഴിഞ്ഞ വ്യാഴാഴ്ച വൈകിട്ട് അവളുടെ ദുഃഖം സൺറൈസ് ഹോസ്പിറ്റലിൽ വെച്ച് ഞാൻ കണ്ടു. അവളുടെ കണ്ണിൽ നിന്ന് അശ്രുധാരധാരയായി ഒഴുകുകയായിരുന്നു. അവളെ കൈ പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു, സാരമില്ല സഹോദരി, ദൈവത്തിൻ്റെ ഹിതം എങ്ങനെയാണ്, ആപ് ദുഃഖി മത് ഹോ, പരമേശ്വർ ആപ്കോ പ്രതിഫൽ ജരൂർ ദേഗ. ആ സഹോദരിയോട് ഞാൻ പറയുകയുണ്ടായി. അങ്ങനെ തന്നെയാണ്, സഹോദരിക്ക് ധാരാളമായ പ്രതിഫലം ദൈവം നൽകും. ആ കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല. അതുപോലെ ത്യാഗപൂർവമായ ഒരു ശുശ്രൂഷയാണ് ആ പ്രിയ സഹോദരി ആദ്യം ആലി സഹോദരിക്കും പിന്നീട് 4 വർഷത്തിലധികം ഈ സഹോദരന് വേണ്ടി ചെയ്തത്. ദൈവ സഹോദരി അനുഗ്രഹിക്കട്ടെ. പ്രിയ അലക്സാണ്ടർ ബ്രദറിൻ്റെ എല്ലാ ആവശ്യങ്ങളിലും എപ്പം വിളിച്ചു കഴിഞ്ഞാൽ ഓടി ചെല്ലുന്ന വേറൊരു സഹോദരനുണ്ട്, രാജു ബ്രദർ, കാക്കനാട് സഭയിലെ രാജു ബ്രദർ. എന്താവശ്യം വന്നു കഴിഞ്ഞാലും ഉടനെ മക്കളെ വിളിക്കുന്നതിന് മുമ്പ് താൻ വിളിക്കുന്നത് രാജു ബ്രദറിനെയാണ്. സഹോദരിയോട് പറയാൻ, രാജു ബ്രദറിനെ വിളിച്ചാട്ടെന്ന്. ആ രാജു ബ്രദറിനെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ഞാൻ വിദേശത്തായിരിക്കുമ്പോൾ എല്ലാ ആഴ്ചയിലും ഈ സഹോദരൻ്റെ ഒരു ഫോട്ടോയും ഒക്കെ പിടിച്ച് ആ സഹോദരൻ്റെ അവസ്ഥയെക്കുറിച്ച് താൻ എനിക്ക് മെസ്സേജ് അയക്കുമായിരുന്നു. ബ്രദറിനെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ സഹോദരനെക്കുറിച്ച് വളരെ ഊഷ്മളമായ അനുഗ്രഹിക്കപ്പെട്ട ഓർമ്മ എനിക്കുണ്ട്. പ്രിയ ദുഃഖിതരായിരിക്കുന്ന മക്കളെ ദൈവം ആശ്വസിപ്പിക്കട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാനതയുടെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാലത്തോടും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുകയും ജീവനോട് നാം ഇരിക്കുകയാണെങ്കിൽ രൂപാന്തരപ്പെടുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ ഈ പ്രിയ സഹോദരനെ കാണാമെന്നുള്ള പ്രത്യാശയോടുകൂടെ ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.